വീഡിയോ എടുക്കണ്ടേ ബ്രൂണോ? എന്താ ഇങ്ങനൊക്കെ? എല്ലാത്തിനകത്തും നീ വേളം വെച്ച് നടക്കുന്ന കാര്യം അത് ബ്രൂണോ. എല്ലാത്തിനും അവൻ വന്ന് നിക്കണം. അതൊന്നും നടക്കത്തില്ല ഇവിടെ. ഇവിടെ നടക്കത്തില്ല. അവിടെ അവിടെ നിന്നാ മതി. അവിടെ പ്ലീസ് ഒന്നും പറയണ്ട, പ്ലീസ് ഒന്നും പറയണ്ട ഞങ്ങളുടെ അടുത്ത്. ഹലോ, നമസ്കാരം. വെൽക്കം ടു മിനീസ് ലൈഫ് സ്റ്റൈൽ. ഞാൻ മെറിനുമൊക്കെ ഉണ്ട് കേട്ടോ. മെറിനും ഉണ്ട്, എവനും ഉണ്ട്. എവനും ക്യാമറാമാൻ, മെറിൻ ചിരിക്കാനായിട്ടും ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഇപ്പം പലരും പല ചെടികളെ കുറിച്ചും കാണിക്കണമെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ ടെർട്ടൽ വൈൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഏതൊക്കെ ചെടി നമ്മൾ എപ്പീഷ്യ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ റിയോ പ്ലാന്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് കാണിക്കാനുള്ളത് നമ്മുടെ വാൻഡ്രിഞ്ചു ആണ്. കണ്ടോ, വാൻഡ്രിഞ്ചു തന്നത് നമുക്കാരാണ്? സുബിയാണ്, നമ്മുടെ ഫ്രണ്ടായ സുബിയാണ് നമുക്ക് തന്നത്. അത് ഒരു സ്വല്പം തണ്ട് നമ്മളത് കൊണ്ടുവച്ചാൽ മതി. ഇത് നല്ല രീതിയിൽ പടർന്ന് ഇങ്ങനെ കിടക്കും. കണ്ടില്ലേ എന്ത് രസമായിട്ടാണ് കിടക്കുന്നത്. ഹാങ്ങിങ് പോട്ടിനകത്താണ് നമ്മൾ നട്ടിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം കവർ ചെയ്തിപ്പം പോട്ടൊന്നും നമുക്ക് കാണാനേ ഇല്ല. എല്ലാം കവർ ചെയ്ത് ഇനി താഴെ വരെ വന്നിരിക്കുകയാണ്. കണ്ടോ, നല്ലൊരു കളറും ഒക്കെയാണ് കേട്ടോ. ഇത് ഗ്രേയും വയലറ്റും എല്ലാം എല്ലാ കളറും ഉണ്ട്. നല്ല രസമാണ് കാണാൻ. ഇത് വെയിലത്ത് വെക്കുമ്പോൾ വേറൊരു കളറും തണലത്ത് വെക്കുമ്പോൾ വേറൊരു കളറുമായിട്ടാണ്. നല്ല ഭംഗിയാണ്. രണ്ടിലും നല്ല ഭംഗിയാണ് കാണാൻ. നല്ലൊരു ഗ്ലേസിങ് ആണ് ഇത് കാണാനായിട്ട്. അതെ, എവിടെ കൊണ്ടുവച്ചാലും പിടിച്ചു കിട്ടും. പിന്നെ മണ്ണിൽ കൊണ്ടുവച്ചാലും ഏത് വെള്ളത്തിൽ കൊണ്ടിട്ടിരുന്നാലും പോട്ടിൽ വെച്ചിരുന്നാലും ഹാങ്ങിങ് ചെയ്താലും എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇത് കിളിച്ചു വന്നോളും. അധികം കെയർ ഒന്നും വേണ്ടാത്തൊരു പ്ലാന്റ് ആണല്ലേ? അതെ. പിന്നെ ഇതിൻ്റെ മണ്ണൊക്കെ ഒരുക്കുന്നത് പ്രത്യേകം ഒരുക്കൊന്നും വേണമെന്നൊന്നുമില്ല. മണ്ണും ഇച്ചിരി ചാണകപ്പൊടിയും ഒക്കെ മിക്സ് ചെയ്തിട്ട് നമുക്കത് നടാന്തേ ഉള്ളൂ. നല്ല രീതിയിൽ ഇങ്ങനെ വന്നോളും. പിന്നെ നമുക്ക് എങ്ങനെ വേണമെന്ന് വെച്ചാലും നമുക്ക് അങ്ങനെ ചെയ്യാം. ഇൻഡോർ വേണമെന്നുണ്ടെങ്കിൽ ഇൻഡോർ വയ്ക്കാം, ഔട്ട്ഡോർ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വയ്ക്കാം. എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇത് വയ്ക്കാവുന്നതേ ഉള്ളൂ. ഇപ്പം നമുക്കിത് ഹാങ് ചെയ്തിടാം. ഇത് ഞാൻ ചെയ്തൊരു പൂച്ചക്കുട്ടിയായിരുന്നു ബോട്ടിലിൻ്റെ അകത്ത്. അതിൻ്റെ അകത്ത് ഈ വാൻഡ്രിഞ്ചു ഒക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ കാണിക്കാൻ വേണ്ടി അന്നേരം ഓടി വന്നത് കേട്ടോ. നല്ല രസമാണ്. ഇങ്ങനെ പൂച്ചൊരു പൂവൊക്കെ ആയിട്ടിരിക്കുന്നത് പോലെ നല്ല ഭംഗിയാണ്. രണ്ട് സൈഡിലോട്ടും ഇങ്ങനെ ഹോളൊക്കെ ഇട്ട് കൊടുത്താൽ രണ്ട് സൈഡിലുണ്ട്. അതിൻ്റെ കന്നത്തോട് ഇങ്ങനെ ഉണ്ട്. എല്ലായിടത്തും അതിനുള്ള ഭാഗത്ത് ഹോളിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തോടെ ഇങ്ങനെ രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ വളർന്നിങ്ങനെ വന്നോളും. ഇതിപ്പം വെർട്ടിക്കൽ പോട്ടിനകത്ത് നമ്മൾ വെച്ചാണ്. ഇത് നല്ല രീതിയിൽ വളർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് അതിന് നോക്കിയാൽ അറിയാം, ഒരു സ്വല്പം ഭാഗം മാത്രമേ ആ ബോട്ടിലിനകത്ത് ഇരിപ്പുള്ളൂ. കണ്ടോ, എല്ലാം ഇനി താഴോട്ട് പടർന്ന് കിടക്കുക. ഇത്രയും താഴോട്ട് കിടക്കുക. ബോട്ടിനകത്ത് ഇത്രയേ ഉള്ളൂ ഒന്ന് വേര് പിടിച്ചിരിക്കുന്നത്. ഇത് കണ്ടില്ല എന്തുമാത്രം ഇനി താഴോട്ട് വളർന്നുണ്ടോ. ഇപ്പം ഇതിൻ്റെ ഏത് ഭാഗം കൊണ്ടുവച്ചാലും ഇത് കിളിച്ചു വരും. കാരണം അതിനകത്തെല്ലാം വേരുണ്ട്. ഏത് കൊണ്ടുവച്ചിരുന്നാലും ഇവിടെ നിന്ന് എല്ലാ നോഡിൽ നിന്നും വേരുകൾ വരുന്നുണ്ട്. അപ്പം എങ്ങനെ കൊണ്ടുവച്ചാലും ഇതിന് കിളിച്ചു വന്നോളും. അത് ഇത് എടുക്കുന്ന സമയത്ത് കുറച്ച് ഒടിഞ്ഞ് തറ വീണ അവിടെ നിന്നും അത് കിളിച്ചോളും. മണ്ണ് പോലും വേണമെന്നില്ല. അപ്പം ഇത് കണ്ട, ഇതിന് വേറൊരു കളറായിട്ടാണ് തോന്നുന്നില്ലേ? ഇത് കുഞ്ഞലേന്ന് മാത്രമല്ല, കളർ നോക്കിക്കേ, നല്ല രസമുണ്ട്. ആ വയലറ്റ് ഇച്ചിരി കുറഞ്ഞിരിക്കുന്നതിനകത്ത് സിൽവർ കൂടുതൽ. ഇത് നല്ല ഭംഗിയായിട്ടിരിക്കുന്നത്. അപ്പോൾ ഹാങ് ചെയ്തിട്ടിരിക്കുന്ന ഇപ്പോൾ ഒരു ബോട്ടിലിനകത്താണ്. ബോട്ടിലിനകത്ത് നമ്മൾ ഹോളൊക്കെ കൊടുത്തിട്ട് അതിനകത്താണ് നമ്മളിത് നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. കണ്ടോ, നല്ലതുപോലെ പടർന്നിങ്ങി വരും. എന്ത് രസമാണ് കാണാനായിട്ട്. അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് ഇച്ചിരി പച്ചക്കറിക്കൊക്കെ ഫിഷ് ആമിനോ ആസിഡ് തളിക്കുമ്പം കൊണ്ടുവന്ന് ഈ ചെടികൾക്കും കൂടെ കുറച്ച് കൊണ്ടുവന്ന് ഒഴിക്കാറുണ്ട്. അവർക്കും ഇരിക്കട്ടെ കുറച്ച് വിറ്റാമിനൊക്കെ. അപ്പോൾ നമ്മുടെ കൊക്കടാമയൊക്കെ നല്ലതുപോലെ വളർന്നു വരുന്നുണ്ട്. കണ്ടോ, അപ്പം മഴയൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളതിന് നല്ലതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. കാരണം ഈ പൂപ്പായൽ വാടിപ്പോവും, ഉണങ്ങിപ്പോവും കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഞാൻ ചെയ്യുന്ന വളപ്രയോഗം എന്ന് വെച്ചാൽ, നമ്മുടെ പച്ചക്കറിക്കൊക്കെ നമ്മുടെ കടലപ്പിണ്ണാക്ക് കഞ്ഞിവെള്ളത്തിൽ പൊളിപ്പിച്ചത് ഒഴിക്കുമല്ലോ. അപ്പോൾ അതും സ്വല്പം കൊണ്ടുവന്ന് നമ്മുടെ ചെടികൾക്കൊക്കെ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ കിച്ചൺ വേസ്റ്റ് പിന്നെ കലക്കി നമ്മുടെ പിന്നെ ചായച്ചണ്ടിയും മുട്ടത്തോട് പഴത്തൊലിയൊക്കെ മിക്സിയിലടിച്ചിട്ട് അതും നല്ലതുപോലെ നേർപ്പിച്ച് ഇടയ്ക്കൊക്കെ കൊണ്ടുവന്ന് ഒഴിക്കാറുണ്ട്. പിന്നെ ഇടയ്ക്ക് ചാണകപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കിച്ചണിലെ കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ ഒക്കെ ഇട്ട് കൊടുത്താൽ നമ്മുടെ ചെടികളൊക്കെ നല്ലതുപോലെ തഴച്ച് വളർന്നിങ്ങ് വന്നോളും. അപ്പോൾ ഈ ചെടികൾക്ക് നമ്മൾ പ്രത്യേകിച്ച് പിന്നെ പൈസ കൊടുത്ത് വളം വാങ്ങിക്കേണ്ട യാതൊരു കാര്യവും ഇല്ല കേട്ടോ. അപ്പം പിന്നെ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ വീടുകളിലൊക്കെ നമുക്ക് ഈ ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കാനായിട്ട് സാധിക്കും.
അപ്പോൾ ഇതിനകത്ത് ഒരുപാട് വെള്ളമൊന്നും കൊണ്ടൊഴിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിൻ്റെ തണ്ട് ചീഞ്ഞു പോകാൻ ഇടയുണ്ട്. അപ്പം പിന്നെ മിതമായ രീതിയിൽ വെള്ളം ഒഴിച്ചാൽ മതി. ദിവസം അല്ല 2 ദിവസം കൂടുമ്പോൾ ഒരു വട്ടം ഒക്കെ കൊണ്ടുവന്ന് ഒഴിച്ചാൽ മതി. ഒരുപാട് ചൂടാണെന്നുണ്ടെങ്കിൽ ദിവസം ഒഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇടയ്ക്കൊക്കെ മഴയുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നും കൊണ്ടൊന്ന് ഇതിനകത്ത് വെള്ളം ഒഴിക്കരുത്. ഇതിനകത്ത് നമുക്ക് കുറച്ചൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ടർട്ടിൽ വൈൻ നമ്മൾ ചെയ്തായിരുന്നല്ലോ, നിങ്ങൾ ആ വീഡിയോ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം. അപ്പോൾ അതിനകത്ത് നമ്മൾ മണ്ണ് നിറച്ച രീതിയൊക്കെ നല്ല വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ അതേപോലെ ചെയ്താൽ മതി. ഏത് ചെടി ചെയ്യുമ്പോഴും അതേപോലെ നിങ്ങൾ മണ്ണ് ഒരുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ പഴയ ബോട്ടിലൊക്കെ കുറേ കാണുമല്ലോ. ഏത് ടൈപ്പ് വേണമെന്നുണ്ടെങ്കിലും കിട്ടും. ഇപ്പം വെള്ളം കുടിക്കുന്ന ബോട്ടിലാണെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് എടുക്കാം. ഇതേപോലെ ഹോളിടുക. ഇപ്പോൾ ഹോളിടുന്നതിന് നമ്മൾ പുട്ട് കുത്തുന്ന കമ്പിയുണ്ട്, അത് വെച്ച് ഹോളിടാം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ചന്ദനത്തിരി വെച്ചിട്ട് നമുക്ക് ഹോളിടാം. ഇത് ഹോളിട്ടിരിക്കുന്നത് സോൾഡർ വെച്ചാണ്. അപ്പോൾ നല്ല ലെവലായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ ഓരോ തണ്ടുകളെടുത്തിട്ട് ഏറ്റവും അടിഭാഗത്തുള്ള ഈ ഇലയും കളഞ്ഞിട്ട് നമുക്കിങ്ങനെ ഓരോന്നിനകത്ത് കുത്തിവെക്കാം. അപ്പോൾ 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് അവർ നല്ലതുപോലെ നേരെ അങ്ങ് നിന്നോളും. അപ്പോൾ ഈ തണ്ട് അകത്തോട്ട് നമ്മളങ്ങ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ നട്ടുപിടിപ്പിച്ചാണ് ഇത്. കണ്ടോ, കുപ്പിക്കകത്ത് നിറഞ്ഞിങ്ങനെ അങ്ങ് നിൽക്കുകയാണ്. അപ്പോൾ ഇടയ്ക്ക് ഇതിനകത്തുനിന്ന് താഴോട്ട് വന്ന തണ്ട് ഓടിച്ചത് കൊണ്ടാണ് ഇപ്പോൾ ഇത്രയായിട്ട് നിൽക്കുന്നത്. നല്ലതുപോലെ വളർന്ന് താഴെ വരെ ഇത് വരും. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്ത് നമുക്ക് പിന്നെയും ഇത് നടാവുന്നതാണ്. അപ്പം കുപ്പിക്കകത്ത് ഇതേപോലെ പെയിൻ്റൊക്കെ അടിച്ചിട്ട്, പെയിൻ്റൊക്കെ അടിക്കുന്ന മെറിനാണ്. എനിക്ക് അറിഞ്ഞൂടാത്തോണ്ടൊന്നും അല്ല കേട്ടോ. പിന്നെ വെച്ച് പെയിൻ്റ് അടിക്കാനാ പാട്. എന്നിട്ട് ഇതേപോലെ പെയിൻ്റൊക്കെ അടിച്ചിട്ട് ഉണങ്ങിയതിന് ശേഷം വേണം നമ്മൾ ഈ മണ്ണൊക്കെ നിറയ്ക്കാൻ. ബോട്ടിൽ ഇനാമൽ പെയിന്റ് ആണ് നമ്മൾ അടിക്കുന്നത്, അക്രലിക് ഒന്നും അല്ല അടിക്കുന്നത്. പിന്നെ പെയിന്റ് അടിച്ചതിന് ശേഷം മാത്രമേ മണ്ണൊക്കെ ഇടാവൂ. മണ്ണൊക്കെ ഇട്ടിട്ട് പിന്നെ പെയിന്റ് അടിക്കാനൊന്നും പറഞ്ഞിരിക്കരുത്. കാരണം മണ്ണാകുമ്പോഴത്തേക്ക് പിന്നെ പെയിന്റ് അടിക്കാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ട് പെയിന്റ് അടിച്ചിട്ട് ഉണങ്ങിയിട്ട് മണ്ണിടുക, പിന്നെ ചെടിയൊക്കെ നടുക. അപ്പം അതേപോലെ തന്നെ ഇവിടെയും 2 ഹോൾ ഇട്ടിട്ടുണ്ട്. അത് പിന്നെ നമ്മളൊരു കയർ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെയും 2 ഇടും ഹോൾ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് എവിടെയെങ്കിലും അത് തൂക്കിയിടാം. വീഡിയോ എടുക്കണ്ടേ ബ്രൂണോ? എന്താ ഇങ്ങനൊക്കെ? എല്ലാത്തിനകത്ത് നീ വേളം വെച്ച് നടക്കുന്ന കാര്യം അത് ബ്രൂണോ. എല്ലാത്തിനും അവൻ വന്ന് നിക്കണം. അതൊന്നും നടക്കത്തില്ല ഇവിടെ. അവിടെ നിന്നാ മതി. അവിടെ ക്യാമറ കാണുമ്പോൾ പ്ലീസ് ഒന്നും പറയണ്ട, ഞങ്ങൾ പ്ലീസ് പറയാ. ഇല്ല, എല്ലാ വീഡിയോയിലൊന്നും നീ വേണ്ട. നിനക്ക് ഫാൻസ് കൂട്. ബ്രൂണോ ഇങ്ങ് വന്നേ. ബ്രൂണോ പിണങ്ങിയോ? പോയോ? ബ്രൂണോ പിണങ്ങിയോ? ആ വരുന്നു. ഇല്ല, ഞങ്ങൾ എടുത്തിട്ട് വരാം കേട്ടോ. ഇവിടെ നിന്നാ മതി. ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇപ്പം വരാം. ബ്രൂണോയ്ക്ക് ഇപ്പം ഭയങ്കര വിഷമല്ലേ പറഞ്ഞേ? അതെ. എന്താന്ന് അവന്റെ പങ്കെല്ലാം കൊണ്ടുപോയപ്പോ വേറെ കുറച്ചു പേര് വന്നിട്ടുണ്ട്. ഇപ്പൊ അവരെ താലോലിക്കുന്ന കണ്ടപ്പോഴേ സ്നേഹം കുറഞ്ഞു പോയോന്നൊരു ഡൗട്ട് അവന്. അവരെയൊക്കെ പിടിച്ച് മടിയിലിരുത്തുമ്പോ അവരൊരു സങ്കടം. എന്റെ സ്നേഹമാണല്ലോ ഈ പോകുന്നേന്നല്ല. ആണോ ബ്രൂണോ? പുതിയ ആൾക്കാരെ നമുക്കൊന്ന് കാണിക്കണ്ടേ? എന്താ, നമ്മുടെ വീട്ടിൽ പുതിയ 2-3 പേര് എത്തിയിട്ടുണ്ട്. ഒരു അപ്പുക്കുട്ടൻ, ഒരു അമ്മുക്കുട്ടിയും ഒരു പുതിയൊരു അമ്മണി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവരെ പറ്റി നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വാണ്ടറിങ് ജൂവിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളും പച്ചക്കറികളോടൊപ്പം തന്നെ കുറച്ച് പിന്നെ ചെടികളും നമ്മുടെ മുറ്റത്ത് നട്ട് വളർത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ വളരെ നല്ല ഭംഗിയായിരിക്കും നമ്മുടെ മുറ്റമൊക്കെ കാണാനായിട്ട്. വരണെന്താ എൻ്റെ അഭിപ്രായം? ഇതെല്ലാം കൂടെ ആയപ്പോഴാണ് വീടൊരു കംപ്ലീറ്റ് ആയത്. നല്ല രസമാണ് രാവിലെ വന്നിട്ട് ചെടിയൊക്കെ ഒന്ന് നോക്കുന്നത് തന്നെ. നല്ലൊരു ഫ്രഷ് ഫീലിംഗ് ആണ്. അതെ.
അപ്പം മെറിന് ചെടിയൊക്കെ നടാനായിട്ട് കൂടാറുണ്ട്. ഇവിടെ എല്ലാവരും കൂടാറുണ്ട് കേട്ടോ. 4 പേരും ചെടി നടാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. പ്രത്യേകിച്ച് പപ്പയുടെ കാര്യം പിന്നെ പറയാൻ വേണ്ട അല്ലേ. ഞങ്ങളെക്കായൊക്കെ ഇൻട്രസ്റ്റ് ഇവിടെ പപ്പയ്ക്കാണ് ചെടി നടാനായിട്ട്. ഇപ്പം ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് വരാനായിട്ടൊക്കെ താല്പര്യപ്പെടുന്നുണ്ട്. അപ്പോൾ അവിടെ ചെടിയൊക്കെ കളക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്, നാട്ടിൽ വന്നിട്ട് ചെടിയൊക്കെ പിടിപ്പിക്കാനായിട്ട്. ഭയങ്കര ക്രേസ് ആണ് പപ്പയ്ക്ക്. ഏറ്റവും കൂടുതൽ ക്രേസ് പപ്പയ്ക്ക് തന്നെയാണ് അല്ലേ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഈ വാൻഡ്രിഞ്ചുവിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ യഥാസമയം നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാം പേജിലും ഒന്ന് ഫോളോ ചെയ്തേക്കുക. അവിടെയും ഞങ്ങളുടെ വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് കാണാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഞങ്ങളെല്ലാവരും കൂടെ ബൈ. ബൈ.